DJ പാർട്ടികളെ ജാഗ്രതയോടെ കാണണമെന്നും കാരവനിൽ കയറി പരിശോധന നടത്തില്ലെന്ന് ആരും കരുതേണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വൻതോതിലുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് വ്യാപാരികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇതിനകത്ത് നോ എക്സ്ക്യൂസസ് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരവനിൽ കയറി പരിശോധിക്കില്ല എന്ന ധൈര്യം ആർക്കും വേണ്ട. നിയമത്തിന്റെ മുമ്പിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയിട്ടല്ല പോലീസ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഡാർക്ക് വെബിന്റെ മറവിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഡിജിറ്റൽ അടയാളങ്ങൾ പിന്തുടരാൻ സൈബർ സെല്ലിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊരു തന്ത്രപരമായ മുന്നറിയിപ്പാണ്. ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇന്നോടുകൂടി ഈ കച്ചവടം അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ് കുമാർ, ലഹരി ശൃംഖലയുടെ വേരറുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പരിപാടിയാണ്. ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ ഉന്മേഷ്, ഓപ്പറേഷൻ തൂഫാൻ ഔദ്യോഗികമായാണ് ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞത്. എന്തായാലും ശക്തമായി തന്നെ ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പോരാടണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് നമുക്ക് വർദ്ധിച്ചു വരുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുക, അതിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായി തന്നെ മുന്നേറും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി, അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രിയും ശക്തമായി തന്നെ ഇതിനെതിരെ നമ്മൾ പോരാട്ടം നയിക്കും, ഇതിൽ പണമോ പ്രശസ്തിയോ നോക്കില്ല. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ കാരവൻ വാനിൽ പരിശോധന നടത്തില്ല എന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കത് അറിയാം, അത് സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മലയാള സിനിമാ മേഖലയിൽ നിന്ന് അത്തരത്തിലുള്ള ഈ ഡ്രഗ്സ് ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കേസുകൾ ഉണ്ടാകുന്നു, നിരവധി വാർത്തകൾ വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു സൂചന കൂടി നൽകിയിരിക്കുന്നത്. സൂചനയല്ല, ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെതിരെയുള്ള ശക്തമായ പോരാട്ടമുണ്ടാവും. അതിൻ്റെ നോഡൽ ഓഫീസറായി IG പുട്ട വിമലാത്തിയെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും കേരള വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ഒപ്പം തന്നെ ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.